So hello my Geongs, so welcome back to my channel Kiran's Insight. So നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സോ അങ്ങനെ നമ്മൾ പുതിയൊരു ആനിമയായിട്ട് വന്നിരിക്കുകയാണ്. ആ ആനിമയുടെ പേരെന്ന് പറഞ്ഞാൽ ഫേറ്റ് സ്ട്രേഞ്ച് ഫേക്ക് എന്നാണ്. സോ ഇതൊരു ഫേറ്റ് സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നേ കുറച്ച് ബേസിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു ആനിമ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതൊരു ആക്ഷൻ ആനിമയാണ്, ആക്ഷൻ പാക്ക് ആയിട്ടുള്ള ആനിമയാണ്. നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും പ്രോപ്പറായിട്ട് അതിൻ്റെ ബേസിക് ലെവലിൽ നിന്ന് തന്നെ അറിഞ്ഞിരിക്കണം. അറിയാതെ നമുക്ക് വെറുതെ പോയി ഒരു ആനിമ കണ്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടുകയില്ല. സോ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് പറയാം, എന്താണ് ഫേറ്റ് ഗെയിം എന്ന് പറയുന്നത്. ഫേറ്റ് ഗെയിം എന്ന് പറയുന്ന ഒരു മാജിക് ഫൈറ്റ് ഗെയിം എന്ന് നമുക്ക് പറയാം. മാജിക് അറിയാവുന്ന ഒരുപാട് പീപ്പിൾ കാണും, അവരെ നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഇതൊരു മാജിക് ഫൈറ്റ് ഗെയിമാണ്. ഈ മാജിക് അറിയാവുന്ന ഒരുപാട് പീപ്പിൾസ് കാണും, അവരെ നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഈ ഒരു മാസ്റ്റേഴ്സ് സ്റ്റോറീസിൽ നിന്നൊക്കെ നമുക്ക് സെർവൻസിനെ അല്ലെങ്കിൽ ഹീറോസിനെ കൊണ്ടുവരും, ഹീറോസിനെ വിളിക്കും. ഓക്കെ, ഈ മാസ്റ്റർ ഈ ഒരു സ്റ്റോറീസിൽ നിന്നുള്ള ഹീറോസിനെ വിളിക്കും. അതിന് നമ്മൾ സെർവൻസ് എന്ന് പറയും. സോ ഇപ്പം എക്സാമ്പിളായിട്ട് കിങ് ആർത്തറോ റോബിൻ ഹുഡോ അല്ലെങ്കിൽ ഹെർക്കുലീസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സോ മാസ്റ്ററും സെർവൻസിൻ്റെ ഫൈറ്റും പിന്നെ ആ ഒരു മാസ്റ്റർ സെർവൻറ്റും കൂടി ചേർന്ന് വേറൊരു മാസ്റ്ററും സെർവൻറ്റും കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഫേറ്റ് ഗെയിം എന്ന് പറയുന്നത്. ഗോൾ എന്താണ്? അവരൊരു പ്രൈസ് വിൻ ചെയ്യണം. ആ പ്രൈസാണ് ഹോളി ഗ്രെയിൻ എന്ന് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും, എന്താണ് ഈ ഒരു ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്? ഈ ഒരു ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് മാജിക് കപ്പാണ്. സോ ആരാണോ ഈ ഒരു ഗെയിം വിൻ ചെയ്യുന്നത് എന്നിട്ട് ഒരു വിഷ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷ് സത്യമായിട്ട് മാറും. ഇറ്റ്സ് കംസ് ട്രൂ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരാൾ ഗെയിം ജയിച്ചെന്ന് വിചാരിച്ചു, അയാൾ പോയിട്ട് വിഷ് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പണക്കാരനാകണമെന്ന് വിഷ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും രക്ഷിക്കണമെന്ന് വിഷ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സൂപ്പർ പവർ വേണം എന്ന് വിഷ് പറയുകയാണെങ്കിൽ അതെല്ലാം കിട്ടും. അതിനു വേണ്ടിയാണ് ഇവരെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ സെർവൻസ് എന്ന് പറയുന്ന ആരാണ്? ഈ ഒരു സ്റ്റോറീസിലുള്ള ഹീറോസിനെയാണ്. അവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. ഓക്കെ, അവർക്ക് നല്ല സൂപ്പർ പവേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ നോബൽ ഫാൻറ്റസംസ് എന്ന് പറയും. മനസ്സിലായോ? ഈ സെർവൻസിന് ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ നോബൽ ഫാൻറ്റസം എന്ന് പറയും. അപ്പം മാസ്റ്റേഴ്സ് അവർക്ക് എനർജി കൊടുക്കും, ഒരു മാജിക് എനർജി കൊടുക്കും. എന്നാൽ മാത്രമേ അവർ വീക്ക് ആകാതിരിക്കുകയുള്ളൂ. അവരിങ്ങനെ സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്ത് കളിക്കുമ്പോൾ അവർ വീക്കാവും. സോ അവർ വീക്കാവാതിരിക്കാൻ വേണ്ടി നമ്മളുടെ മാസ്റ്റേഴ്സ് കുറച്ച് മാജിക് എനർജീസ് കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഈ ഒരു സ്ട്രേഞ്ച് ഫേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സ്ട്രേഞ്ച് ഫേക്ക് എന്നുള്ളത് ഒരു ഫേറ്റ് പോലെയുള്ള സ്റ്റോറിയാണ്, പക്ഷേ അത് അമേരിക്കയിൽ സെറ്റ് ചെയ്തൊരു സ്റ്റോറിയാണ്. ഓക്കെ, ചില ഹീറോസൊക്കെ ഫേക്ക് കോപ്പീസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഫൈറ്റൊക്കെ ഭയങ്കര ട്രിക്കിയർ ആയിരിക്കും. സോ ചില മാസ്റ്റേഴ്സും ഹീറോസൊക്കെ ഒന്നെങ്കിൽ ചീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കള്ളത്തരം പറയും. സോ അത് ഫുള്ളി ക്ലീൻ ആയിരിക്കില്ല. ആണ് ഈ സ്ട്രേഞ്ച് ഫേക്ക് എന്നൊരു ടൈറ്റിലൂടെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഗെയിമിൻ്റെ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഈ ഓരോ മാസ്റ്ററിനും ഓരോ സെർവൻറ്റ് മാത്രമേ കാണാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സെർവൻറ്റിനെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാവൂ. ഇപ്പം നമ്മുടെ മാസ്റ്റർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെർവൻറ്റ് അപ്പോൾ തന്നെ ഡിസപ്പയർ ആയി പോകും. സോ എന്നിട്ട് നമുക്ക് ആ ഒരു വിന്നറിന് ആ ഒരു ഹോളി ഗ്രെയിൽ വിഷ് കിട്ടും. സോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാജിക് ചെസ്സ് ഗെയിം പോലെ നിങ്ങൾ വിചാരിക്കുക. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്ലെയറാണ്, അതിൽ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ പവർഫുള്ളായിട്ടുള്ള പീസസ് ആണെന്ന് വിചാരിക്കുക. ചില പീസൊക്കെ നമ്മൾ ചീറ്റ് ചെയ്യും, ഫേക്ക് ചെയ്യും. നമ്മുടെ ഗോൾ എന്തിനാണ്? ആ ഒരു മാജിക് പ്രൈസ് കിട്ടണം എന്നുള്ളത് മാത്രമാണ്. സോ അതാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ അറിയാറുണ്ട്. ഇപ്പം സെർവൻറ്റിൽ തന്നെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. സോ ക്ലാസ്സസ് ഓഫ് സെർവൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ സെർവൻറ്റിലും ഓരോ ക്ലാസ് കണക്കാണ്, എന്ന് പറഞ്ഞാൽ ടൈപ്പ് കണക്കാണ്. ഇപ്പം സാബർ എന്ന് പറഞ്ഞാൽ സ്വാഡ് വെച്ച് ഫൈറ്റ് ചെയ്യുന്ന സ്വാഡ് ഫൈറ്ററാണ്. ഇപ്പം ആർച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ബോ ഫൈറ്ററാണ്. പിന്നെ ലാൻസർ എന്ന് പറഞ്ഞാൽ സ്പിയർ ഫൈറ്ററാണ്. കാസ്റ്റർ മാജിക് യൂസറാണ്. റൈഡർ എന്ന് പറഞ്ഞാൽ ഒരു ഹോഴ്സ് അല്ലെങ്കിൽ വെഹിക്കിൾ റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അസാസിൻ എന്ന് പറഞ്ഞാൽ സ്നീക്കി ആയിട്ടുള്ള കില്ലേഴ്സാണ്. ബെർസർക്കർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ട്രോങ് ആണ് ആൻഡ് ക്രൈസിയുമാണ്. സോ അങ്ങനെയാണ് ഈ ഒരു ഏതൊക്കെ കൈൻഡ് ഓഫ് ഫൈറ്റാണ് അവർ ചെയ്യുന്നത് നമുക്ക് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. മാസ്റ്റർ മരിച്ചു പോയാൽ അവർ ഡിസപ്പയർ ആയി പോകും. മാസ്റ്റർ
എനർജി കൊടുക്കും, അതൊക്കെ നമുക്കറിയാമല്ലോ. ഓക്കെ, സോ ഇതുവരെയാണ് ഞാൻ ബേസിക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് നമുക്ക് ആനിമ എക്സ്പ്രഷൻ തുടങ്ങാം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് പറയുക. എന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സോ ആനിമ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണിക്കുന്നത് ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് ഒരു ഡെസേർട്ട് റീജിയനാണെന്ന് തോന്നുന്നു, അവിടേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. സോ ഇപ്പം നമുക്ക് ഇതിൻ്റെ റീസൺ എന്താണെന്ന് ന്യൂസിൽ കാണിക്കുകയാണ്. ന്യൂസിൽ എന്താ കാണിക്കുന്നത് പറഞ്ഞാൽ സ്നോക്ക് ഫീൽഡ് എന്നൊരു ഏരിയയിൽ, ആ ഏരിയ ഡെസേർട്ട് ഏരിയയാണ്. സോ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഷോക്ക് വേവ് എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് എന്ത് കാരണമാണെന്ന് അറിയില്ല. പോലീസ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ആ ഒരു ഗ്യാസ് കമ്പനിയിൽ നിന്നാണ് ആക്സിഡൻറ്റ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. സോ ഇതിങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഡെസേർട്ട് ഏരിയയിലേക്ക് പോകുന്ന ട്രാൻസിറ്റിനെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് വന്നത് എന്താണ് ഈ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. സോ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ആ ട്രാൻസിറ്റ് ചെയ്ത സ്ഥലത്തേക്ക് കൂടി പോകാൻ പറ്റില്ല. സോ അത് അങ്ങോട്ടേക്ക് പോകാതെ ഒരു വെഹിക്കിളായാലും എന്തായാലും അങ്ങോട്ടേക്ക് പോകാതെ തടഞ്ഞു നിർത്തി വെച്ചേക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. ഇതെല്ലാം ഒരു സൂചനയാണ്. എനിക്ക് ഇപ്പോൾ തന്നെ നന്നായിട്ട് പേടിയാകുന്നു. അടുത്ത 7 ദിവസം ഇതിന് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാകുന്നു എന്നിങ്ങനെ അദ്ദേഹം പറയുകയാണ്. ആൻഡ് ഇപ്പോൾ ആ ഒരു എക്സ്പ്ലോഷൻ നടന്ന സ്ഥലം കാണിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗ്യാസ് കമ്പനി പൊട്ടിത്തെറിച്ച എക്സ്പ്ലോഷൻ നടന്നത് പോലെ അല്ല തോന്നുന്നത്, വേറെ എന്തോ ഒരു വലിയ എക്സ്പ്ലോഷൻ നടന്ന പോലെ തോന്നുന്നത്. അത് അത്രയ്ക്കും ചെറുതാക്കി കാണിക്കാനും പറ്റില്ല. അത് എന്താണ് റീസൺ, നമുക്ക് മെയിൻ റീസൺ ആണെന്നാണ് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് വേറൊരു സീനാണ് കാണിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫാമസിയാണ് കാണിക്കുന്നത്. ആ ഫാമസിലേക്ക് ഒരു പെൺകുട്ടി നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. സോ ആ പെൺകുട്ടി നടന്നു വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും മോട്ടലോ അല്ലെങ്കിൽ ഹോട്ടലുണ്ടോ, അറിയാനുള്ള ഹോട്ടലുണ്ടോ ചോദിക്കുകയാണ്. അപ്പം അവൻ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൻ ഒരു മോട്ടലിങ്ങനെ മാപ്പ് കണക്ക് വരച്ചു കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് അവൻ അവളോട് ചോദിക്കുകയാണ്, നീ പുതിയ ആളല്ലേ, നിന്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അവൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ജപ്പാനിൽ നിന്ന് വന്നാണെന്ന് പറയുകയാണ്. ഓ, ജപ്പാനിൽ നിന്നോ, ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. എൻ്റെ അച്ഛനും അവിടെയായിരുന്നു. എൻ്റെ അച്ഛൻ കിഡ്സി ലാൻഡ് എന്ന് പറയുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് എനിക്ക് വേണ്ടി ഒരു സൊവനീർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഈ സൊവനീർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതൊരു സ്മാൾ ഗിഫ്റ്റാണ്. ആ ഒരു സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന ഒരു കീ ചെയിനോ, അത് അമ്യൂസ്മെന്റ് പാർക്കല്ലേ. സോ അങ്ങനെ ഒരു ഗിഫ്റ്റാണ് ഈ സൊവനീർ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, സോ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് എന്തോ, അവളുടെ ചെവിയിൽ എന്തോ ആരോ സംസാരിക്കുമ്പോഴുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അത് അവൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല, ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത്, ആ ടാറ്റു സൂപ്പറായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുകയാണ്. സോ അങ്ങനെ ആ ടാറ്റു അവളിങ്ങനെ മറച്ചു വെച്ചതും ഒക്കെ വേറൊരു വോയിസ് അത് നമുക്ക് വിഷ്വലായിട്ട് കാണിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഹയാക്ക സാജു, നീ ഉറപ്പായിട്ടും ഹോളി ഗ്രേഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ കാണിക്കുന്നത് വേറൊരു സ്ഥലത്ത് ഏതോ ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടൊരു പെൺകുട്ടി അല്ലെങ്കിൽ പെണ്ണ് ഇവളുടെ അടുത്ത് പറയുന്നതാണ് കാണിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് എന്താണ് ഐഡിയ എന്ന് പറഞ്ഞാൽ, അവളൊരു ഈ ഒരു കഥാപാത്രത്തെ ഈ ഒരു അയാക്ക സാജു ഒരു മെയിൻ ആയിട്ടുള്ള ഗേളാണ് ഈ ഒരു എപ്പിസോഡിൽ തന്നെ. സോ ഇവൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എന്തിനാണ് ഈ ഏരിയയിലേക്ക് വന്നേക്കുന്നത്, സ്മോൾ ഫീൽഡിലേക്ക് വന്നേക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ അവളുടെ ആ ഒരു കയ്യിൽ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള മാജിക് മാർക്ക് കാണുകയാണ്. സോ ഈ സ്റ്റോറി ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഇവളിൽ നിന്നാണ്. ഓക്കെ, സോ അവൾ ആ ഒരു ഹോളി ഗ്രേഡ് വാറിൽ തന്നെ പെട്ടുപോയതാണ്. നമുക്കത് അറിയില്ല എന്താണ് സംഭവം എന്ന് അറിയില്ല. ഇപ്പോൾ അവളുടെ ആ ഒരു ഹാലുസിനേഷനൊക്കെ മാറിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫാർമസിയുടെ ആ ഒരു ഓണർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പുറത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഈ ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേട്ട് എനിക്ക് തന്നെ പ്രാന്ത് നടക്കുന്നത്, രാവിലെ തുടങ്ങിയതാണെന്ന് പറയുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി കണ്ടി പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയിട്ട് ആ ഹെലികോപ്റ്ററിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ പെൺകുട്ടിയെ വേറെ ആ ഒരു ക്യാമറ കൂടെ നിരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാമറ കൂടെ ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള ടാറ്റു കണ്ടുപിടിക്കുകയാണ്. ഇതാരാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാറിൽ വെച്ചെടുത്ത് തന്നെ കാണിച്ചില്ല. സോ അവനാണ് ഇവിടെ എന്ന് പറയുന്നത്. സോ അവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു കമാൻഡ് സ്പെല്ലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഡൗട്ട് നമുക്ക് തോന്നും, എന്താണ് ഈ ഒരു കമാൻഡ് സ്പെൽ എന്ന് പറയുന്നത്. ഈ ഒരു കമാൻഡ് സ്പെൽ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു മാജിക് മാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു മാസ്റ്റർ സെർവന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ഒരു മാജിക് മാർക്കാണ് ഈ ഒരു കമാൻഡ് സ്പെൽ എന്ന് പറയുന്നത്. ഓക്കെ, മാസ്റ്റർ അല്ലെങ്കിൽ പീപ്പിൾ വിത്ത് ആ ഒരു മാജിക് ഉള്ള പീപ്പിള് 3 റെഡ് മാർക്ക് കയ്യിൽ കൊടുക്കും. ഓക്കെ, ഓരോ മാർക്കും ഓരോ കമാൻഡാണ്. ഓക്കെ, സോ യൂഷ്വലി 3 റെഡ് മാർക്കാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു മാസ്റ്ററിന്റെ കയ്യിലൊരു മാർക്കാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ്, ഇതൊരു മാസ്റ്ററിന്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു മാർക്കാണ്. യൂഷ്വലി ഇതൊരു 3 റെഡ് മാർക്കാണ്. ഓരോ മാർക്കിലും ഓരോ കമാൻഡിൽ കൊടുക്കുന്നത്, സെർവന്റിന് കൊടുക്കുന്നത്. സോ ആ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാർക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മാർക്ക് അവിടെ നിന്ന് ഡിസപ്പിയർ ആയി പോകും. 3 മാർക്ക് ഉണ്ടെങ്കിൽ ഒരു മാർക്ക് ഡിസപ്പിയർ ആയി പോകും. സോ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നത് ഈ അയാക്ക എന്ന് പറഞ്ഞത് അവൾക്കൊരു മാർക്സ് ഉണ്ട്, പക്ഷെ അവളൊരു നോർമൽ ആയിട്ടൊരു മാസ്റ്റർ അല്ല. അതാണ് നമുക്കിപ്പോഴൊരു സ്റ്റോറി മിസ്റ്റീരിയസ് ആക്കി വെക്കുന്നത് തന്നെ. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ഫെലാഡിയസ് എന്നാണ്. ഓക്കെ, ഒരു ലേഡി എടുത്തിട്ടുണ്ടല്ലോ, ആ ലേഡി ചോദിക്കുന്നത് ഇത് ആരാണ് ഈ പെൺകുട്ടിയെ ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കും ആരാണെന്ന് അറിയില്ല. ഇനി ഒരു മാച്ച് ആണെങ്കിൽ തന്നെ അവളുടെ മാജിക്കൽ എനർജി എന്തുകൊണ്ടാണ് അവൾ മറച്ചു വെക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ഈ മാജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സിനാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു മാസ്റ്റേഴ്സിനായിരിക്കും ആ ഒരു ടാറ്റു ഉള്ളത് കൊണ്ട് തന്നെ.
സോ ഒരു മാസ്റ്റർ ആണെങ്കിൽ തന്നെയും എന്തുകൊണ്ടാണ് ഈ മാജിക്കൽ എനർജി ഒളിപ്പിച്ച് വയ്ക്കാത്തതെന്ന് അവൻ തന്നെ വിചാരിക്കുകയാണ്, അവൻ തന്നെ പറയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ നോട്ടീസ് ചെയ്യുന്നത് അവൾ ഇതുവരെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. ഇവരിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് പറയാം, US കൊളസ്മൻ സ്പെഷ്യൽ കറക്ഷണൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ്. എന്ത് വലിയ പേര്. സോ ഇവിടെയാണ് ഇവരുള്ളത് ഇപ്പം. സോ ഇത് എന്തിനാണ് ഇപ്പം ഈ ഓഫീസ് നമുക്ക് എടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ചില മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചില സെർവൻസ് ഈ ഒരു സ്നോ ഫീൽഡിൽ വെച്ച് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൾമാൻ സ്പെഷ്യൽ കറക്ഷൻ സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് ഈ ഒരു പോലീസും ബോസസും എന്താണ് നടക്കുന്നതെന്ന് വാച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു അയാക്കെ വാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ബേസിക്കലി ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ്. വേറെ റൂൾ ബ്രേക്ക് ചെയ്യുന്ന പീപ്പിൾസിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവ ഒരിക്കലും നമുക്ക് വലിയ പ്രശ്നമാകില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ആ ഒരു ഡെസേർട്ട് ഇൻസിഡന്റ് സംഭവിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലേഡി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വേറെ ഒന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ അനിമൽസും ബേർഡ്സ് ഒക്കെ ഒരുപാട് ചത്ത് വീഴുന്നുണ്ട്, ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചതിന്റെ റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇതും ഈ ഒരു സംഭവവും ഈ ഒരു ഹോളി ഗ്രെയിലും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു അവൻ ഇങ്ങനെ പറയുകയാണ്. ആര്? ഫെർണാണ്ടസ്. പിന്നെ ജസ്റ്റർ കാറ്റ്ലെറ്റിന്റെ കുറച്ച് തെളിവുകളും സയൻസും ഉണ്ടായിരുന്നു. ഈ ഒരു ജസ്റ്റർ കാറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ കാൻഡിഡേറ്റ് ആണ്. ജസ്റ്റർ കാറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളി ഗ്രെയിൽ വാറിന്റെ ഒരു മാസ്റ്റർ കാൻഡിഡേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു മാജിക് വെച്ച് ഒരു മാസ്റ്റർ ലെവലിലായ ഒരു പേഴ്സൺ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. സോ ഈ ഒരു മാസ്റ്റർ ആണ് സെർവൻസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്, ഹോളി ഗ്രെയിലേക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവനൊരു മാസ്റ്റർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവനാണെങ്കിൽ ഹീറോയിക് സ്പിരിറ്റിനെ തന്നെ സമ്മോൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ഹീറോയിക് സ്പിരിറ്റിനെ സമ്മോൺ ചെയ്യുക എന്ന് പറയുന്നത്? സമ്മോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇവൻ എന്ന് പറയുന്ന മാസ്റ്ററാണ്. അറിയാലോ, നമ്മൾ പറഞ്ഞത് ഒരു മാസ്റ്ററാണ്. ഒരു മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഹീറോയിക് സ്പിരിറ്റ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് പറയാൻ, നമ്മളുടെ കിങ് ആർത്തർ, ഹെർക്കുലിസ്, ഇവരൊക്കെ ഹീറോയിക് സ്പിരിറ്റ്, ഒരു പഴയ ഹിസ്റ്ററിയിലുള്ള ഒരു ഹീറോ സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഹീറോയിക് സ്പിരിറ്റിനെ സെർവൻസ് ആയിട്ട് യൂസ് ചെയ്ത്, എന്താണ്, ഒരു മാജിക് സ്പെല്ല് യൂസ് ചെയ്ത് അവരെ തന്നെ അവന്റെ കൈ കീഴിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസ്റ്റർ. ആര്? ഈ ജസ്റ്റർ. സോ ഈ ജസ്റ്റർ അത്രയ്ക്ക് ഈവിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് കഴിവുള്ള ഒരുത്തരാണ്. അവന്റെ വർക്ക്ഷോപ്പിൽ തന്നെ ഒരുപാട് സ്കെൽറ്റൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയില്ല. ആൻഡ് കുരോക്ക കപ്പിൾസ്, ഇവരാണെങ്കിൽ ഒരിക്കലും പാർട്ടിസിപ്പേറ്റ് തന്നെ ചെയ്യില്ലെന്ന് പറയുകയാണ്. ഈ ഒരു ഹോളി ഗ്രെയിൽ വാറിൽ പാർട്ടിസിപ്പേറ്റ് തന്നെ ചെയ്യില്ലെന്ന് പറയുകയും. അപ്പൊ നമുക്ക് ഡൗട്ട് വന്നു, ആരാണ് ഈ ഒരു കുരോക്ക കപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുരോക്ക ഫാമിലി എന്ന് പറയുന്നത്? ഇവിടെന്ന് പറഞ്ഞാൽ ഒരു മാജിക് പാരന്റ് ആണ്. ഈ ഒരു ഫേക്ക് അല്ലെങ്കിൽ സ്ട്രേഞ്ച് ഫേക്കിലുള്ള ഒരു മാജിക് ആയിട്ടുള്ള പാരന്റ് ആണ്. പെയർ ഓഫ് മാജിക് പാരന്റ്സ് ആണ്. ഒരു ഹസ്ബൻഡും ഉണ്ട്, ഒരു വൈഫും ഉണ്ട്, ഒരു 2 പേര് മജീഷ്യൻസ് ആണ്. ഓക്കെ, അപ്പം യുക്കാക്ക് കുരോക്ക ഉണ്ട്, അതാണ് ഒരു ഫാദർ എന്നാണ്, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു മാജാണ്. ആൻഡ് മിസ്സിസ് കുരോക്ക ഒരു മദറാണ്, ഒരു സ്കിൽഡ് ആയിട്ടുള്ളൊരു മജീഷ്യനാണ്. ഓക്കെ, അപ്പം ഈ സുബാക്കി കൊരോക്കയുടെ ഒരു പാരൻ്റാണ് ഇവരെന്ന് പറയുന്നത്. ഈ സുബാക്കി എന്ന് പറയുമ്പോഴാണ് യുവർ ലൈൻ ഏപ്രിലിൻ്റെ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ എപ്പിസോഡ്. അത് ഞാൻ ബാക്കി എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു സുബാക്കി കൊരോക്ക എന്ന് പറയുന്ന ഒരു യങ് ഗേളാണ്. ഇതിൽ ഈ ഒരു വാറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗേളാണ് അവൾ. സോ ഇവരെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിയേർഡ് ആയിട്ടുള്ള മാജിക് യൂസ് ചെയ്ത് അവളുടെ ആ ഒരു മകളിനെ, ആ ഒരു ഡോട്ടറിനെ ഭയങ്കര സ്ട്രോങ് ആക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അവരുടെ എക്സ്പെരിമെന്റ് എല്ലാം മെസ്ഡപ്പായി, അവളുടെ കോൺഷ്യസ്നെസ് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ ഇവർ മജീഷ്യനാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകും. ഓക്കെ, അപ്പം ഇവ ഭയങ്കരമായിട്ട് ഈ ഫെർണാണ്ടസ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ സംഭവം ഇനി എല്ലാം സെറ്റാക്കി വരുമ്പോൾ തന്നെ എത്ര നാളെടുക്കുമെന്ന് അറിയില്ല, ഇതിൻ്റെ സെറ്റാവുമെന്ന് തന്നെ അറിയില്ല എന്നൊരു ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മേലൊരു കണ്ണ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഈ പെൺകുട്ടിയെ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഈ പെൺകുട്ടിയുടെ മൂവ്സ് എന്താണെന്ന് നമ്മൾ നോക്കണം എന്ന് പറയുകയാണ്. ഓക്കെ, അടുത്ത സീൻ കാണിക്കുകയാണ്. എന്തോന്ന് അമേരിക്ക ഒരു ഹോളി ഗ്രെയിൽ വാറിനെ നടത്താൻ പോകുന്നുണ്ടെന്നോ? എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് 2 പേര് അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നതാണ് കാണിക്കുന്നത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളെന്ന് എൽ മെലോയി ആണ്, ആൻഡ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആള് ലാംഗലാണ്. ഓക്കെ, സോ ഈ ഒരു ലോർഡ് എൽ മെലോയി ആരാണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മജീഷ്യനാണ്. ഓക്കെ, കുറച്ച് ഓൾഡറാണ്. പിന്നെ ആ ഒരു ക്ലോക്ക് ടവർ റൺ ചെയ്യുന്നത് തന്നെ ഇദ്ദേഹമാണ്. ആ ഒരു മേജേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റൺ ചെയ്യുന്നത് തന്നെ ഇദ്ദേഹമാണ് അതർ മേജേഴ്സിനെയൊക്കെ ടീച്ച് ചെയ്യുന്ന ആൾക്കാർ. ചില ടൈമിൽ ഹോളി ഗ്രെയിൽ വാറിനൊക്കെ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇനി ലാൻസ്ലോട്ട് ആരാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാംഗൽ ആരാണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു ഫൈറ്ററാണ്, ഒരു ഹീറോ ആണ്. ഒരിക്കലും ഒരു മാസ്റ്റർ അല്ല, ഒരു ഹീറോ ആണ്. ഓക്കെ, മാസ്റ്റർ സമ്മോൺ ചെയ്യുന്ന ഒരു ഹീറോ ആണ് ലാംഗൽ എന്ന് പറയുന്നത്.
ഒരു ഹോളി ഗ്രെയിൽ വാറിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. സോ വെരി സ്ട്രോങ് ആണ്, ഹോളി ഗ്രെയിലിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ എൽ മെലോയെ അപ്പോൾ നോട്ടീസ് ചെയ്യുകയാണ്. ഈ ഒരു ലാങ്കൽ അവിടെ വന്നപ്പോൾ തന്നെ എന്തോ പറ്റിയതുപോലെ, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ നോട്ടീസ് ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് പറ്റി, കാരണം നന്നായിട്ട് ഷോക്കായിട്ട് ഇഞ്ചോർഡായിട്ട് കൺഫ്യൂസ് ആയിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ഒരു ഹോളി ഗ്രെയിൽ വാർ ഉണ്ടായത്, സോ അവിടെ നിന്ന് സ്നോ ഫീൽഡിൽ നിന്ന് വന്നാണ് അദ്ദേഹം. സോ എന്തോ ഒരു ബേർഡ് ആയിട്ടുള്ള സർപ്രൈസ് ആയിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട്. സോ അത് എൽ മെലോയ്ക്ക് അറിയാം. സോ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, എൽ മെലോയി ആ ഒരു ഇതിൽ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാത്തിനും കാരണം അവർ പറയുന്നത് ഫെലാഡസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവ എന്റെ അപ്രന്റീസ് ആയിരുന്നു, അവ എന്നെ തന്നെ ചതിച്ചു എന്ന് പറയുകയാണ്, എന്നെ തന്നെ പറ്റിച്ചു എന്ന് പറയുകയാണ്. ആൻഡ് ഈ സ്റ്റേറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, ഒരു ഹോളി ഗ്രെയിൽ വാർ ആരംഭിക്കുന്നതാണെങ്കിൽ തന്നെ എന്തിനാണ് ഇത് പബ്ലിസൈസ് ചെയ്ത് പറയുന്നത്, ഇത്രയ്ക്ക് പബ്ലിക് ആകേണ്ട ആവശ്യമല്ല കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മൈ ലോർഡ്. എനിക്ക് തോന്നുന്നു ഹോളി ഗ്രെയിൽ വാർ അല്ല ഇവരുടെ വലിയൊരു നോട്ടം എന്ന് പറയുന്നത്, ഒരിക്കലും അതല്ല. ഈ ഒരു ഹോളി ഗ്രെയിൽ വാറിന് ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാളും വേറെ എന്തോ അവർക്ക് നേടാനുണ്ട്, അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്ന് പറയുകയാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ഒരു ഹോളി ഗ്രെയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാനും പിന്നെ ഒരു മാസ് പ്രൊഡ്യൂസ്, ഒരു ഹോളി ഗ്രെയിൽ വാർ സിസ്റ്റം തന്നെ ഒരു മാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് തുടങ്ങിയിരിക്കുന്നത് പറയുന്നത്. സോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹോളി ഗ്രെയിൽ എന്തിനാണ്, ഒരു മാജിക് കപ്പാണ്. അത് നമുക്ക് ഏത് വിഷയമുള്ള തരത്തിലൊരു മാജിക് കപ്പാണ് ഒരു ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. സോ ഒരു ഹോളി ഗ്രെയിലിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രെയിൽ വാർ ഭയങ്കര മെസ്സിയുമാണ്, ഭയങ്കര ഡേഞ്ചറസുമാണ്. സോ സ്റ്റെബിലൈസ് ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ അതിനെ സേഫ് ആക്കുക, പ്രഡിക്റ്റബിൾ ആക്കുകയും ചെയ്യണം. സോ അത് ഒരുപാട് ചാവോസ് അല്ലെങ്കിൽ ഒരുപാട് ക്യാവോസ് ഉണ്ടാക്കാതെ അത് കുറച്ച് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും എന്നാണ് പറയുന്നത്. കാരണം യൂഷ്വലി എങ്ങനെയാണ് ഒരു ഗ്രെയിൽ വാർ സംഭവിക്കുള്ളൂ, ഒരേ ടൈമിൽ ഒരു ഗ്രെയിൽ വാർ മാത്രമേ സംഭവിക്കുള്ളൂ. സോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമല്ല അറ്റ് എ ടൈം ഒരുപാട് ഗ്രെയിൽ വാർസ് തുടങ്ങാനുള്ള ഐഡിയ ആയിരിക്കും. റിപ്പീറ്റബിൾ മാച്ച് സിസ്റ്റം, ഒരു സിംഗിൾ റെയർ ഇവന്റ് ആയിട്ടല്ലാതെ റിപ്പീറ്റബിൾ ആയിട്ട് ഒരു ടൈമിൽ തന്നെ അറ്റ് എ ടൈം ഒരുപാട് വാറുകൾ ഉണ്ടാക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ. ഒരു മാസീവ് ആയിട്ടുള്ള പ്ലാൻ ആണെന്നാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാർ ടൈംസ് ഉണ്ടായാൽ തന്നെ എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വിഷസ് കിട്ടും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യാനും പറ്റും. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതുകൊണ്ടാണ് സ്ട്രേഞ്ച് ഫേക്ക് വാർ അമേരിക്കയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. സോ ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രെയിൽ വാർ അല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടിയല്ലോ ഈ ഒരു പേര് എന്തിനാണ്, ഒരു ടൈറ്റിൽ എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഒരു പബ്ലിസിറ്റിയുടെ ഒരു വലിയ നോട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് മേജേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഇത് അറിഞ്ഞിങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇത്രയും പബ്ലിസിറ്റി ആക്കുന്നത് പറയുന്നത്. അപ്പൊ നമ്മുടെ അയാൾ പറയുകയാണ്, ലാംഗൽ പറയുകയാണ് ഇത് തേർഡ് മാജിക്കോ, സോ നമുക്കത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ക്ലോക്ക് ടവർ ഉള്ളതുപോലെ തന്നെ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് വരാനും സാധ്യത ഉണ്ടെന്ന് പറയുകയാണ്. ആൻഡ് അവസാനമായിട്ട് നമ്മൾ ലോർഡ് മെലോണിയസ് എന്താണ് പറയുന്നത് പറഞ്ഞാൽ എനിക്കും എൻ്റെ അപ്രന്റീസിനെ കൊണ്ടുപോകുന്നത് ഭയങ്കര പാടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. ആ സമയത്ത് നമ്മളെ ലാൻസിലോട്ട് അല്ലെങ്കിൽ ലാംഗിൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫാൽഡിയസ് പറഞ്ഞിരുന്നതിൻ്റെ അടുത്ത് ഇനി ഒരിക്കലും ഈ ഒരു സേബർ ക്ലാസ് സെർവന്റ് ഈ ഒരു ഹോളി ഗ്രെയിൽ വാറിൽ പങ്കെടുക്കില്ല എന്ന് പറയുകയാണ്. അപ്പം ആരാണ് ഈ ഒരു സൈബർ ക്ലാസ് സെർവന്റ്? സോ സൈബർ ക്ലാസ് സെർവന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേറ്റില് സെർവൻസ് ഹിസ്റ്ററിയിൽ നിന്ന് വന്ന ഹീറോസ് ആയിരിക്കും അല്ലെങ്കിൽ ലെജൻസ് ആയിരിക്കും. സോ അതിൽ പലതരം ക്ലാസ്സസ് ഉണ്ട്, ടൈപ്പ് ഓഫ് ഫൈറ്റേഴ്സ് ഉണ്ട്. സോ സൈബർ ക്ലാസ് പറഞ്ഞാൽ സോഡ് ഫൈറ്റേഴ്സ് ആണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ് കോമ്പാക്ട് ആയിട്ടുള്ള സോഡ് വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റേഴ്സാണ് ഈ ഒരു സൈബർ ക്ലാസ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി ഭയങ്കര ഹോണറബിളും ആയിരിക്കും, ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇവരെന്ന് പറയുന്നത്, സൈബർ ക്ലാസ് സെർവന്റ് എന്ന് പറയുന്നത്. സോ സൈബർ ക്ലാസ് സെർവന്റ് എന്താണ്, ഒരു ഹീറോ ആണ്, സോഡ് വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ഹീറോ ആണ് ഈ ഒരു സൈബർ ക്ലാസ് സെർവന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഹോളി ഗ്രെയിൽ വാറിൽ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലെന്ന് പറയുന്നത് അത് നമുക്ക് പിന്നെ അറിയിക്കാതെ എന്താണെന്ന് പറയുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ഫാൽഡിയസ് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ അതെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്തായിട്ട് മറ്റേ പെൺകുട്ടിയെ കാണിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടില്ല ഒരു പെൺകുട്ടി, അവളെ കാണിച്ചിട്ട് അവളിങ്ങനെ മോഷലിൻ്റെ മാപ്പ് വഴിയൊക്കെ ചോദിച്ചിരുന്നല്ലോ. സോ അവൻ തന്നെ അത് വഴിയൊക്കെ വരച്ചു കൊടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. സോ അവൾ അതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് അവൾ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അവിടെ വെച്ച് സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ആക്കുകയാണ്. നമുക്ക് അടുത്ത സൈഡിൽ കാണിക്കുന്നത് ഒരു പോലീസ് ഓഫീസർ ഒരു ആളോട് സംസാരിക്കുന്നത്, ഒരു ഫോൺ കോൾ സംസാരിക്കുന്നത് കാണിക്കുന്നത്. ഇദ്ദേഹം ആളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാസ്റ്ററിന്റെ അടുത്താണ് സംസാരിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോലീസ് ആണെങ്കിൽ ഇവന്റെ അടുത്ത് എങ്ങനെയെങ്കിലും ആ ഒരു കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷെ ഇവനാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ചുമ്മാ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോലീസ് പറയുന്ന ഡെസേർട്ടിന്റെ കാര്യവും ആ ഒരു എക്സ്പ്ലോഷന്റെ കാര്യവും ഇവൻ കേൾക്കുന്നില്ല. നീ പറയാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാതെ ഇങ്ങനെ പറയുകയാണ്. പോലീസ് ചീഫ് പറയുകയാണ്, നീ ഒരു സീരിയസ്നെസ്സും ഇല്ല, നിന്നെ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, ഇപ്പോൾ കോള് കട്ട് ചെയ്യുക, എനിക്ക് ദേഷ്യം വരെ ഇവിടെ ഇങ്ങനെ
ഇതുമായി സീരിയസ്നെസ് ഇല്ലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറയുകയാണ്. നീ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, നീ എന്തോന്ന് ആ ഫ്രാൻസിസ്ക ആ പെൺകുട്ടിയെ കുറിച്ച് സാധാരണമായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഒരു ഫ്രാൻസിസ്ക ആരാണ്? ഒരു ഗേൾ മാസ്റ്ററാണ്. ഈ ഒരു വാറിലുള്ള ഒരു ഗേൾ മാസ്റ്ററാണ് നമ്മളുടെ ഒരു ഫ്രാൻസിസ്ക എന്ന് പറയുന്നത്. ഇവളെന്ന് പറഞ്ഞൊരു ഇവൾക്കൊരു സെർവൻറ്റ് ഹീറോ ഉണ്ട്. ഇവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരു സെർവൻറ്റ് ഹീറോയും ഉണ്ട്. ആ ഒരു സെർവൻറ്റിൻ്റെ ഗൈഡിലാണ് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇവളൊരു നല്ലൊരു ക്വയറ്റ് ആയിട്ടുള്ള പൊളൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗേളാണ്. പക്ഷേ അവളുടെ ഹിഡനായിട്ട് പല പവറും ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു ഗേളാണ് അവൾ. സോ ഈ ഫോൺ കോൾ ചെയ്യുന്ന ആളുടെ പേര് ഓർലാൻഡോ റീവാണ്. ഇദ്ദേഹമാണ് ഒരു പോലീസ് ചീഫ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ഒരു മാജിക് പേഴ്സണാണ്, ഒരു മാസ്റ്ററാണ്. സോ ഇവളുടെ പേര് കേട്ടപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിയർത്ത് കുളിക്കുകയാണ്. കാരണം രണ്ടുപേരും മാസ്റ്ററാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള പവറുണ്ട്, ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പവറുണ്ട്. സോ അങ്ങനെ ആലോചിച്ച് ആ ഒരു ഫ്രാൻസിസ്കാരുടെ നെയിം കേട്ടപ്പോൾ തന്നെ അവന് ഭയങ്കര നെർവസ് ആവുകയാണ്. കാരണം അവളുടെ സെർവൻ്റ് എന്ന് പറയുന്നത്, ആ ഫ്രാൻസിസ്കാരുടെ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള സെർവൻ്റാണ്. യങ് ഗേൾ ആണെങ്കിൽ പോലും അവൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതാണ് അവൾ സർപ്രൈസ് ചെയ്യുന്നത്. അവൻ എക്സ്പെക്ട് ചെയ്തില്ല ഇവളും കൂടെ ഇൻവോൾവ് ആകുമെന്ന്. പക്ഷേ അവളും ഇങ്ങനെ ഇൻവോൾവ് ആയതുകൊണ്ട് അവൻ്റെ പ്ലാനൊക്കെ മെസ്സപ്പായി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം ഒരു പയ്യൻ ഫാൽഡിയസ് ഒക്കെ സംസാരിക്കുന്നത് നമുക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ജാപ്പനീസ് ഫ്രണ്ട്സായ കൊരാക്കെ കുറിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ്. നീ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളെ ഒരു സെർവൻ്റ് ആയതുകൊണ്ട് നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് നീ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നീ പറയുന്ന ഫോൺ കോൾസ് എല്ലാം ഇലക്ട്രോണിക്സ് വഴിയോ അല്ലെങ്കിൽ മാജിക് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വഴിയോ നീ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കണമെന്ന് നീ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ കമാൻഡ് സ്പെൽ പവർ വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അത് വേസ്റ്റ് ചെയ്യരുത്. നിനക്കറിയാമല്ലോ 3 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 പ്രാവശ്യം നിനക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാമല്ലോ. സോ അതുകൊണ്ട് ചുമ്മാ യൂസ് ചെയ്ത് കളയരുതെന്ന് അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു പെൺകുട്ടി കളിക്കുകയാണ്. നമുക്ക് കളിത്തിക്കൊണ്ട് പോയില്ല. ആ പെൺകുട്ടി കളിക്കുമ്പോൾ അയാൾക്ക് സ്റ്റാജുവിനെ കളിക്കുകയാണ്. ഒരു വിഷ്വൽസ് വരികയാണ്. ഹാൽസിനേഷൻ അടക്കം വിഷ്വൽസ് വരികയാണ്. ആ വിഷ്വൽസ് എന്താണ് പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് അടിക്കണടി. നീ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ആ ശാപം നിന്റെ പേരിലുണ്ട്, അല്ലെങ്കിൽ നിന്റെ പിന്നിലുണ്ട്. ആ ഒരു ശാപം നിന്നെ തന്നെ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. ഇവളെ കണ്ണു നോക്കിയപ്പോൾ അവളുടെ കൈയും കാലൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവളെ ചുറ്റുമായിട്ടൊരു മന്ത്രവലയം കണക്ക് വരച്ച് വെച്ചേക്കുകയോ ചെയ്യുകയാണ്. പക്ഷേ ഇവനാണ് ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് വന്നത്. ഇവ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി വെച്ചേക്കുന്ന ടാറ്റു ഉണ്ട്, അത് കണ്ട കമാൻഡ് സ്പെല്ല് പോലെ അല്ലെങ്കിൽ ചോദിക്കുകയാണ്. എന്നിട്ട് അവളോട് തന്നെ ചോദിക്കുകയാണ്, നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ ചോദിക്കുകയാണ്. അപ്പം അവൾ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വിനോദമായിട്ടുള്ള ഒരു വെള്ള കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു. അത് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. അത് മാത്രമല്ല, ഞാൻ ഒരു മേജൊന്നും അല്ല, അതെനിക്ക് തോന്നുന്നതാണെന്ന് പറയുകയാണ്. സോ ഇവള് മന്ത്രവാദി അല്ലെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ടെസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് പറയും, ഇവന്റെ കയ്യിൽ ഒരു കമാൻഡ് സ്പെൽ ഒരു മാർക്കുണ്ട്, ഒരു ടാറ്റു ഉണ്ട്. സോ ഇവിടെ അവൻ പുതിയതായിട്ടൊരു സെർവന്റിനെ സമൺ ചെയ്യാൻ പോവുകയാണ്. സോ അതുകൊണ്ട് ഇവൻ മാജിക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവ സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ ആ ഒരു വരച്ചു വെച്ച ആ ഒരു മാജിക് സ്പെല്ലുണ്ടല്ലോ, അല്ലെങ്കിൽ ആ മാജിക് സർക്കിൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്ലൂ കളറിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് വരാൻ തുടങ്ങുകയാണ്. അത് അത്രേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രിക് ഷോക്കുള്ള സാധനം വന്നാൽ പെൺകുട്ടി നശിച്ചു അല്ലെങ്കിൽ പെൺകുട്ടി മരിച്ചു എന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു സാധനം എന്താ നെഞ്ചിലേക്ക് തുളച്ചു കയറ്റുന്നത്, കൈവച്ച് അടിച്ച് തുളച്ചു വിടുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഒരു അലക്കമില്ല തറ കിടക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ആൻഡ് ഇപ്പൊ നമുക്കൊരു ഹുഡി വെച്ചൊരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ആ പെൺകുട്ടി വന്നിട്ട് ഇവിടെ പറയുകയാണ്, നീ ഒരു മാജാണ്, നീ ഒരു ഹോളി ഗ്രൈനിന്റെ തടിയിൽ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. വീണ്ടും ആ ഒരു സ്ഥലം ബ്ലൂ കളറിൽ ഇങ്ങനെ ഗ്ലോ ആവാൻ ആരംഭിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ കയ്യിൽ വെച്ചിരുന്ന ഒരു ഹാൻഡ് കഫും ഉടഞ്ഞങ്ങ് വീഴുകയാണ്. മറ്റേ ആ ഒരു ഗ്ലാസ് ബോൾ കൂടെ പെൺകുട്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സാബർ എന്നൊരു സോഡ് വെച്ച് യൂസ് ചെയ്യുന്ന ഒരു വീരനുണ്ട്. സോ അവൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ ബ്ലാക്ക് കളർ ഹുഡി ഇട്ട ഒരു ധരിച്ച ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇവനെ കണ്ടത് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരികയാണ്. ഇവ അവളെ കണ്ടപ്പോൾ പറയുകയാണ്, ലോക്സിനേക്കാളും ഫസ്റ്റ് ടൈമാണ് ഇത്രയും വേഗതയുള്ള ഒരാളെ കാണുന്നതെന്ന് പറയുകയാണ്. ഇവ അവന്റെ കത്തി എടുത്തിട്ട് ഒരു പവർ യൂസ് ചെയ്യാൻ വരികയാണ്. ആ ശക്തിയുടെ പേരെന്താണ് പറഞ്ഞാൽ എക്സ്കാലിബർ എന്നാണ്. സോ ഇങ്ങനെ യൂസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഓപ്പറ ഹൗസ് ഇങ്ങനെ ഉടഞ്ഞു പോയിരിക്കുകയാണ്. ആ ഒരു അസാസിൻ അല്ലെങ്കിൽ ആ ഒരു മുഖംമൂടി വെച്ച പെൺകുട്ടിയെ ഇപ്പം കാണാനില്ല. ഇവ ആ പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങളാണ് മാസ്റ്റർ ചോദിക്കുകയാണ്. ഞാനൊന്നും അല്ലെന്ന് പറയുകയാണ് അവള്. സോ അതുകൊണ്ട് തന്നെ ഇവ ഇങ്ങനെ ഒപ്പറ ഹൗസ് ഉടച്ചല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ പോലീസൊക്കെ വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഓപ്പറ ഹൗസ് ഉടച്ചത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. ഫാൽഡിയസ് അപ്പം ഞെട്ടുകയാണ്, ഓപ്പറ ഹൗസിൽ ആക്സിഡന്റ് ഉണ്ടോ? അപ്പൊ ഇത് ഉറപ്പായിട്ടും സാബർ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൻ പറയുകയാണ്. ആ ഒപ്പേര ഹൗസ് റെനോവേഷൻ ചെയ്യാൻ വേണ്ടി അടിച്ച പെയിന്റ് ആണ് ഈ ഒരു തീ വിപത്തിന് കാരണമെന്ന് പറഞ്ഞ് ഈ ഒരു കേസ് മൂടാൻ വേണ്ടി അവൻ പറയുകയാണ്. ഇവനാണെങ്കിൽ ഈ ഒരു സാബർ ആണെങ്കിൽ എല്ലാ പ്രസിഡന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ പീപ്പിൾസിന്റെ അടുത്ത് പറയുകയാണ്, ഞാനാണ് ഈ ഒരു ഒപ്പേര ഹൗസ് ഡിസ്ട്രക്ഷൻ സംഭവിക്കും, ഞാനാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് സോറി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഫാൽഡിയസ് അയ്യോ അതും പോയി, ഫ്രാൻസിസ്ക എന്ന് പറഞ്ഞ പെണ്ണിന്റെ പ്ലാൻ ആയിരിക്കും എന്ന് പറയുകയാണ്. സോ അവിടെ വെച്ച് നമ്മളുടെ എപ്പിസോഡ് 1 അവസാനിക്കുകയാണ്. ഇത്രയും നേരം കണ്ടോണ്ട് എന്തായാലും ലൈക്കുകൾ ചെയ്തേക്കുക ആൻഡ് കമന്റും കൂടെ ചെയ്തേക്കുക. ദെൻ bye from Kiran's Insight. Bye. Thank you.